ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റൻ്റായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. പച്ചരി സോക്കാണ്ട സമയം ഈ നെയ്യപ്പത്തിന് ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകും മുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിവിടെ ഒരു കാസറ് പച്ചരി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാസറ് എന്ന് പറയുമ്പോൾ ഒരു 4 ഗ്ലാസ് അരി ഉണ്ടാകും. അതൊന്ന് 3-4 മണിക്കൂർ നല്ലോണം ഒന്ന് സോക്കാക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 4 ആണി വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ശർക്കര പാനി തയ്യാറാക്കുക, അല്ലെങ്കിൽ നെയ്യപ്പത്തിൽ വെള്ളം അധികമായി പോവും. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് പച്ചരി ആദ്യം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചോറാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 കപ്പിൽ കുറവായിട്ട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ശർക്കര പാനി അപ്പോഴത്തേക്കും നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ടാകും. അതിലെന്തെങ്കിലും ഇത് വേസ്റ്റ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലോണം പേസ്റ്റാക്കി അരക്കരുത്, കുറച്ച് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് അപ്പത്തിൽ വെള്ളം നോക്കിയിട്ട് ഒഴിക്കാവും. ആദ്യം തന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അപ്പം ശരിയായി വരില്ല. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതിലെ മധുരവും വെള്ളത്തിൻ്റെയൊക്കെ അളവ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഞാൻ മൊത്തത്തിൽ അന്നേരം ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ശർക്കരപ്പാനി കുറച്ചുകൂടി ഒഴിച്ചൊന്ന് അതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പത്തിൻ്റെ മാവ് വേണ്ടത്. കുറച്ചും കൂടി ടേസ്റ്റിനും കാണാൻ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്ക്കത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് അതും കൂടി ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. കടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടാകും. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവി അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ വേവ് നോക്കിയിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരു നെയ്യപ്പമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പത്തിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.